പുനരധിവാസ പദ്ധതിക്ക് വൈദ്യുതി ലൈനുകൾ മാറ്റുന്നതിനായി KSEBിക്ക് 78,63,000 രൂപയും പൈപ്പ് ലൈനുകൾ മാറ്റുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റിക്ക് 36 ലക്ഷം രൂപയും ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകിയിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ ടൗൺഷിപ്പ് പണിയുന്നതിനായിട്ട് മരം മുറിക്കുന്നതിന് 2,81,000 രൂപയും ചിലവാക്കിയിട്ടുണ്ട്. എല്ലാം കൂടെ നോക്കിയാൽ 101,46,00,000 രൂപയാണ് ചിലവായത്. നേരത്തെ തന്നെ പറഞ്ഞ പോലെ കണക്ക് പ്രകാരം ഇനിയും 673 കോടി രൂപ മുണ്ടക്കൈ ചൂരൽമല ദുരിതാശ്വാസ ഫണ്ടിൽ ബാക്കിയുണ്ട്. അടുത്ത ചോദ്യം കേന്ദ്ര സർക്കാരിൽ നിന്നും ഇതുവരെ ലഭിച്ച സഹായങ്ങളെ കുറിച്ചായിരുന്നു. അതിനു മറുപടിയായി മുഖ്യമന്ത്രി 3 കാര്യങ്ങളാണ് വിശദമാക്കിയത്. ആദ്യത്തേത് മൂലധന നിക്ഷേപത്തിനായി സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന പ്രത്യേക ധനസഹായത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 529.50 കോടി രൂപ കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയിട്ടുണ്ട്. കൂടാതെ PDNA റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ 260.65 കോടി അനുവദിച്ചുവെങ്കിലും തുക ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതും കൂടാതെ എയർലിഫ്റ്റിംഗ് ചാർജ് ആയിട്ട് കേന്ദ്രത്തിന് നൽകേണ്ടിയിരുന്ന 120 കോടി രൂപ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് വയനാട് ദുരിതബാധിതർക്കായി ചിലവഴിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുമുണ്ട്.